ഹലോ നമസ്കാരം. വർഷം 2013. തെലുങ്ക് ദേശത്ത് വീണ്ടും രണ്ട് നായികമാരുമായിട്ട് വന്ന് നമ്മുടെ വിനു മോഹൻ ഒരു അനുഭവം വിട്ട വർഷം. അതുമാത്രമല്ല, വിനു മോഹൻ വളരെ വേഴ്സറ്റൈൽ ആയിട്ട് അഭിനയിച്ച ഒരു പടം കൂടിയാണിത്. വേഴ്സറ്റാലിറ്റി മാത്രമല്ല, നല്ല ക്രീപ്പി ആയിട്ട് അഭിനയിച്ചതും ഇതിലാണ്. എന്റെ അച്ഛനും അമ്മയും ഫോട്ടോ കണ്ടിട്ട് നിനക്ക് പറ്റിയ പെണ്ണ എന്താ കൂട്ടിക്കൊണ്ടിരാതെന്ന് ചോദിച്ചു. എന്നാ അവരേക്ക് ഒന്ന് കാണാൻ വരുന്നേ. Don't act too smart. I don't need to act. I'm already smart. എങ്ങനെ മുത്തശ്ശിയുടെ ലവ് സ്റ്റോറി ഒന്ന് പറയുമെന്ന് ചോദിച്ചാ പറയാൻ ഇങ്ങനെയുള്ള സ്വീറ്റ് മെമ്മറീസ് വേണ്ടേ? അയ്യോ ദാരിദ്ര്യം. പക്ഷെ എന്തൊക്കെയായാലും ഈ സിനിമ ഇഷ്ടപ്പെടുന്ന തെലുങ്കന്മാർ മാത്രമല്ല, ഇങ്ങ് കേരളത്തിലും ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന മലയാളികളുണ്ട് എന്നതാണ് വാസ്തവം. 2024 കാണുന്നവർ ലൈക്ക് അടിച്ചിട്ടുണ്ട്, കൊണ്ട് ഉപ്പിലിട്ട് വെച്ചോ. ജിസ്മോൻ ജോണിക്കുട്ടൻ പറഞ്ഞിരിക്കുന്നു, റിപ്പീറ്റ് വാല്യൂ ഉള്ള മൂവിയാണ്. ജോണിക്കുട്ടനെ റിപ്പീറ്റ് അടിച്ച് കാണാൻ പ്രേരിപ്പിച്ച റിപ്പീറ്റ് വാല്യൂ 1, റിപ്പീറ്റ് വാല്യൂ 2 ആൻഡ് റിപ്പീറ്റ് വാല്യൂ 3. അപ്പോ സിനിമയിലേക്ക് വരാം. വില്ലന്റെ മകളുടെ കല്യാണ നിശ്ചയ ചടങ്ങാണ്. ഈ സിനിമയുടെ ആദ്യത്തെ 5 മിനിറ്റ് എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരുത്തൻ തന്നെയാണ് ഡബ്ബ് ചെയ്തിരിക്കുന്നത്. നിശ്ചയം ജയ്പൂർ പാലസിലും കല്യാണം ബക്കിംഗ്ഹാം പാലസിലും വേണമെങ്കിലും വെച്ച് നടത്താം. ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ. നമസ്കാരം. വരൂ. വെൽക്കം മരുമകനെ. യാത്രയൊക്കെ സുഖമായിരുന്നോ? വരൂ. ചെറുക്കൻ്റെ ഫ്രണ്ട്സ് ഒരു ലിമിറ്റും ഇല്ലാതെ വെള്ളം അടിച്ച് ബോധം കിട്ടി കിടക്കുക. അളിയാ, ഞങ്ങളുടെ ആചാരപ്രകാരം നിശ്ചയത്തിന് കല്യാണപ്പെണ്ണ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? വേണമെങ്കിൽ നിശ്ചയത്തിന് മരുമകന് ഫോണിൽ സംസാരിക്കാം. ശരി. അപ്പൊ നിങ്ങളുടെ ആചാരപ്രകാരം കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയാ കാര്യങ്ങൾ? ചെക്കൻ ഒരു റൂമിലും പെണ്ണ് വേറെ റൂമിലിരുന്ന് ഫോൺ വിളിച്ച് സംസാരിക്കൂ. അപ്പോഴേക്കും വില്ലൻ ഒരു എമർജൻസി കാരണം മൂന്നാർ തേയിലത്തോട്ടത്തിൽ കൂടി പോകുമ്പോൾ ഈ ഷാർപ്പ് ഷൂട്ടേഴ്സിന്റെ ശിഷ്യന്മാർ വന്നിട്ട് വില്ലനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിക്കും. അവരുടെ ടാർഗറ്റ് വില്ലനായിരുന്നെങ്കിലും വില്ലൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വെടികിട്ടും. വില്ലൻ അതിവിദഗ്ധമായി രക്ഷപ്പെടും. ഇവന്റെ എല്ലാ ശിഷ്യന്മാർ ബാക്കിയുള്ളവർക്ക് വെടികൊണ്ടതേ പുണ്യം. അങ്ങനെ അവിടുന്ന് നേരെ നായകന്റെ ഇൻട്രോ. ഞങ്ങളെ ഈ ആപത്തിൽ നിന്ന് ആരാ രക്ഷിക്കുക? അവിടെ അവതരിക്കുകയാണ് മലയാളിയായി ജനിച്ച് തെലുങ്ക് ദേശത്ത് പോയി തന്റെ സ്ഥാനം ഊട്ടി ഉറപ്പിച്ച നമ്മുടെ മലയാളക്കരയുടെ അഭിമാനം വിനു മോഹൻ ഗാരു. ഗാരുവിന് ഇതിൽ ഡുവൽ ടോൺ ആണ്. പിച്ചക്കാരന്റെ സൗണ്ട് കേൾക്കാൻ ഒന്നമർത്തുക. അവനൊക്കെ എടുത്തിട്ട് ചവിട്ടിയാ അവസാന ഷേപ്പ് എന്താവെന്ന് എനിക്ക് പോലും അറിയില്ല. റോക്കി ബേർഡ് സൗണ്ട് കേൾക്കാൻ 2 അമർത്തുക. ആടി തുടങ്ങി കഴിഞ്ഞാ പിന്നെ നിർത്തില്ല. അയ്യോണ്ണ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പന്തയും കുതിരകളുടെ മേലാണ്, സിംഹത്തോടാവരുത്. ഒറിജിനൽ ആണോ ഇത്? ഗതയാണെങ്കിലും ഗണ്ണാണെങ്കിലും ഒറിജിനൽ വാങ്ങിക്കുന്നത് എന്റെ ശീലം. ശരി. എന്താണ് ഗാരു, കോളേജ് കലോത്സവത്തിന് വേണ്ടി മിമിക്രി പ്രാക്ടീസ് ചെയ്യുകയാണോ? ഗാരു ഒരു രക്ഷകനായതുകൊണ്ട് ആദ്യം തന്നെ കൂട്ടുകാരന്റെ ലവ് മാറ്റർ അടിച്ച് സോൾവ് ചെയ്യും. കോളേജിലൊക്കെ ഗതയും കൊണ്ടാണോ ഗാരു എഴുന്നള്ളുന്നത്? കൂട്ടുകാരന്റെ ലവ് മാറ്റർ സോൾവ് ചെയ്ത സന്തോഷത്തിൽ ഒരു ഡാൻസ്. അടുത്തത് നായകനും നായികയും കൂടി കണ്ടുമുട്ടുന്ന നല്ല കിണ്ണം കാച്ചി ക്രിഞ്ച് സീനാണ്. ആമാ, നീ പെരിയ നന്മമരം താൻ. നായികയുടെ ഓവർ നന്മ കണ്ട ഗാരു ഫ്ലാറ്റ് ആവും. ഇപ്പൊ ഈ മഴയെങ്ങാനും നിന്ന ഞാൻ അവളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കൂടാ. അങ്ങനെ നായികയെ വളയ്ക്കാൻ ഗാരു ഒരു പ്ലാൻ ഇടും. കുറെ ഗുണ്ടകൾ എന്നെ തട്ടാൻ വരുന്നുണ്ട്. ഇത്തിരി നേരം ഒന്നും മിണ്ടാതെ നിൽക്കി. എങ്ങനെ എഴുന്നേക്കും? ഈ സീനും കണ്ട് ഇൻസ്പയർഡ് ആയി ആരും ഇറങ്ങണ്ട, എപ്പോ ജയിലിന്റെ ഉള്ളിലായെന്ന് ചോദിച്ചാ മതി. ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും സംതൃപ്തിയുണ്ട്. അതിനുശേഷം ഗാരു നായികയെ ഡെയിലി അവിചാരിതമായി കാണും. എന്താണ് മോളെ വയ്യേ? ഫ്രണ്ടിൽ ട്രാഫിക് കണ്ടാൽ ബാക്കിലിരുന്ന് ക്യൂട്ട്നസ് ഇട്ട് പിച്ചും പേയും പറഞ്ഞാൽ അത് മാറും. എന്നിട്ട് ഗാരു നായികയുടെ പുറകെ ചേസ് ചെയ്തു പോയി കുറച്ച് കുറുമ്പത്തരങ്ങളൊക്കെ കാണിക്കും. എന്നിട്ട് നായികയും കൊണ്ട് വിദേശത്ത് പോയി ഗാരു പാട്ടുപാടി വളയ്ക്കാൻ ശ്രമിക്കും. ഗാരുവിന്റെ പീഡനം സഹിക്കാനാവാതെ നായികയുടെ ഡാഡിയെ വിളിച്ച് പരാതി പറയും. ആ ഡാഡിയാണ് നമ്മുടെ ഷാർപ്പ് ഷൂട്ടേഴ്സിന്റെ വെടിയുണ്ടകൾ ഡോഡ്ജ് ചെയ്ത് രക്ഷപ്പെട്ട വില്ലൻ. അങ്ങനെ ഡാഡി ഗാരുവിനെ തീർക്കാൻ ആളെ വിടും. കണ്ടില്ലേ അവന്റെ അഹങ്കാരം? നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, ഇനി അവൻ എന്റെ പുറകെ വരരുത്. 1 minute later. അയ്യോ പാവം, ചത്തുപോവൻ. അങ്കിൾ പ്ലീസ് വിട്ടേക്ക്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ.
ഗാരു അവരെയും അടിച്ചു ഓട്ടിക്കും. ആ അടി കണ്ട നായിക ഓൺ ദ സ്പോട്ടിൽ നായകനെ കയറി അങ്ങ് പ്രേമിക്കും. എന്നിട്ട് എല്ലാരും കുടുംബസമേതം പെണ്ണില്ലാതെ നിശ്ചയം നടത്തിയ നായികയുടെ ചേച്ചിയുടെ കല്യാണത്തിന് പോവും. അവിടെ വെച്ച് വീണ്ടും ഗാരുവിന് മാസ് കാണിക്കാൻ ഒരു സ്റ്റണ്ട് കുത്തിക്കയറ്റും. താങ്ക്സ്. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. വാ കൊണ്ട് പറ. നീ രക്ഷിച്ചത് എന്റെ മോളെയല്ല, എന്റെ പ്രാണനാണെന്നായിരിക്കും. എന്റെ പ്രാണനെയാണ്. എല്ലാരും ഹാപ്പിയാക്കാൻ ഒരു കല്യാണപ്പാട്ട്. ഗാരു നോക്കി ഗർഭം ഉണ്ടാക്കുവോ? ഗാരുവിനോ ഇവിടെ വെച്ച് വേണ്ട, അകത്തിട്ടോ. അങ്ങനെ കല്യാണ ചടങ്ങൊക്കെ കഴിയുമ്പോഴേക്കും ഷാർപ്പ് ഷൂട്ടേഴ്സ് വീണ്ടും വെടിവെക്കാൻ വില്ലനെ വിളിക്കുകയാണ്. അത് കേട്ട് നായകൻ വില്ലന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അങ്ങേരുടെ കൂടെ പോയി പഞ്ചിടയിലൊക്കെ അടിക്കും. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, കഴുതയുടെ ഒരു കുടം പാലിനേക്കാൾ പശുവിന്റെ ഒരു തുള്ളി പാലിനാണ് ഗുണം കൂടുതൽ. മടക്കഴുതകൾക്ക് പടക്കുതിരകളോട് മത്സരിക്കാനാവില്ലെന്ന് കേട്ടിട്ടില്ലേ? ഇവൻ പറയുന്നൊക്കെ കാര്യമാക്കുന്ന എന്തിനാ? ഇവനാരാ? ഇവനിവിടെ എന്ത് ചെയ്യാനാ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? എന്നിട്ട് ഉടനെ അവിടെ ഇരിക്കുന്ന വാളെടുത്ത് എല്ലാവരുടെയും പള്ളക്ക് കുത്തി കയറ്റും. അതേ ഗൈസ്, വമ്പൻ ട്വിസ്റ്റ്. ഗാരു ശരിക്കും വില്ലന്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ടാണ് നായികയെ വളച്ചതും എല്ലാ അപരാധങ്ങളും കാണിച്ച് ഇവിടെ വരെ എത്തിയതും. ശരിക്കും നായകനും ഷാർപ്പ് ഷൂട്ടേഴ്സിന്റെ ഗ്യാങ്ങിലുള്ളവനാണ്. ഡാഡി മരിച്ച സന്തോഷത്തിൽ നായികയുടെയും ഗാരുവിന്റെ വക ഒരു പാട്ട് കച്ചേരി. ശേഷം നായികയുടെ മുമ്പിൽ ഗാരുവിന്റെ വക ഓസ്കാർ ലെവൽ പെർഫോമൻസ് ഒക്കെ ഉണ്ട്. അതല്ല ആകർഷ, എന്റെ കൺമുന്നിൽ വെച്ച് അവർ അങ്കിളിനെ അറ്റാക്ക് ചെയ്തപ്പോ എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കേണ്ടി വന്നു. ആ മരണം ഇപ്പോഴും എന്റെ കൺമുന്നിൽ നിന്നും മായാതെ നിൽക്കുക. പക്ഷെ ഗാരുവിന്റെ ഓവർ അഭിനയം കാരണം ബാക്കിയുള്ളവർക്ക് കാര്യം പിടികിട്ടും. വേറെ നിവൃത്തിയില്ലാതെ ഗാരുവിന്റെ പുളിച്ച സെന്റിമെന്റൽ ഇമോഷണൽ ഫ്ലാഷ് ബാക്ക് പുറത്തിറക്കും. നന്മ എന്താണെന്ന് അറിയണമെങ്കിൽ നീ ആദ്യം പൊള്ളാച്ചിക്കടുത്തുള്ള ആദിത്യപുരത്തെ കുറിച്ച് അറിയണം. അതെന്താ ഗാരു, ആദിത്യപുരത്തിലുള്ളവർക്ക് മാത്രമേ നന്മയുള്ളൂ? ഫ്ലാഷ് ബാക്ക് എന്താന്ന് വെച്ചാൽ ആദിത്യപുരം എന്ന ഗ്രാമത്തിലെ വലിയൊരു നന്മ വൃക്ഷമാണ് ഗാരുവിന്റെ സെക്കൻഡറി നായികയായ ശ്രുതി ഹാസൻ. ശ്രുതി ഗാരുവിനെ കണ്ടതും ഗാരുവിന് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിക്കും. അതൊരു പുത്തിരിയുള്ള കാര്യമല്ല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. സെക്കൻഡറി നായികയെ മണപ്പിച്ച് ഗാരു കുറെ അപരാധങ്ങൾ ചെയ്ത് കൂട്ടും. അതിനൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ നായികയും ശ്രമിക്കുന്നുണ്ട്. ഇവൻ എന്നെ ഒന്ന് തൊട്ടെന്ന് വെച്ച് തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന കാണാൻ നിക്ക. എന്നാ ഇപ്പൊ കണ്ടോ? മതിയോ? മതിയായില്ല. പരിചയപ്പെട്ടിട്ട് 2 ദിവസം പോലും ആയില്ല, ഓൺ ദ സ്പോട്ടിൽ ഗാരു നായികയെ അങ്ങ് പ്രൊപ്പോസ് ചെയ്യും. ഗാരുവിന് 2 ദിവസം എടുത്തു. പക്ഷെ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ വെറും 7.5 മിനിറ്റ് കൊണ്ട് ഗാരു നായികയെ പ്രൊപ്പോസ് ചെയ്യും. ഐ ലവ് യു. ലവ് യു അമ്മ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്നാൽ ഇത് കേട്ട നായിക പറയും, അതെ അച്ഛാ, രാമുവിനെ എനിക്കും ഇഷ്ടാ. അവൻ എന്റെ മനസ്സറിയും വരെ മൗനമായി പ്രേമിക്കായിരുന്നു. വെളിയിൽ കാട്ടിയിട്ടില്ല. ഇതുവരെ എന്റെ അടുത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതിന് കണ്ടിട്ട് വേറെ 2 ദിവസമല്ലേ ആയുള്ളൂ മോളൂ, അതിനിടയ്ക്ക് ഇത്രയും ട്രൂ ലവ് ആയി പോയാ? ഗാരു ശരിക്കും ആരാണ്? ഗാരുവിന് എന്താണ് പണി? ഗാരുവിന് ഹൗ മെനി ഡാഡീസ് ആൻഡ് മമ്മീസ് ഉണ്ടെന്നുള്ള കാര്യം ഒന്നും അറിയാതെ നായികയുടെ മാതാപിതാക്കൾ പറയും, എനിക്ക് സന്തോഷമായി മോനെ, നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനമാണ്. നിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. അയ്യന്റെ മോനെ. ഗാരു എന്താണ് ഇതിന്റെ ടെക്നിക്? പ്ലീസ് പറയൂ. നമ്മളെപ്പോലത്തെ സിംഗിൾസിന് ഒരു ക്രാഷ് കോഴ്സ് എടുത്ത് തരാവോ? ആ സന്തോഷത്തിൽ ഒരു പാട്ട്. ഈ പിന്നാലെ നടക്കും മൃദംഗക്കാരനും കൊടുക്കണം ഇനി ഞാൻ കാശ്. ഈ പാട്ടിനു വേണ്ടി കോസ്റ്റ്യൂംസ് എടുക്കാൻ ചിലവാക്കിയതും കാശ്. കുമാരി. അങ്ങനെ ഗാരു എങ്ങോട്ടോ പോകും. ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കരഞ്ഞാലും. അതെ, വലിയ കുട്ടികളെ പോലെ കരി. അപ്പോഴാണ് വില്ലന്മാരുടെ എൻട്രി. വില്ലന്മാർ വന്നിരിക്കുന്നത് ആദിത്യപുരം എന്ന ഗ്രാമത്തിൽ കർഷകർ കൃഷി ചെയ്യുന്ന സ്ഥലം ഏറ്റെടുത്ത് അവിടെ ഒരു ഫാക്ടറി തുടങ്ങാനാണ്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള നല്ല വെറൈറ്റി ഫ്രഷ് പ്ലോട്ട് കേട്ടോ. അങ്ങനെ വില്ലന്മാർക്കെതിരെ സംസാരിക്കാൻ വന്നിരിക്കുകയാണ് സെക്കൻഡറി നായിക. നായികയെ കണ്ട ഒരു വില്ലന് കണ്ണിലെ നിശ്ചയദാർഢ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. നിന്റെ നെഞ്ചിലെ തന്റെ ഇടം അതിലും ഇഷ്ടമായി. കർഷകർക്കായുള്ള നിന്റെ നിലപാട് എനിക്ക് പിടിച്ചു. ഇങ്ങനെ നനഞ്ഞു കുളിരാനാണെങ്കിൽ എന്തിനാടാ മണ്ട കുട നിവർത്തി പിടിച്ചേക്കുന്നേ? വില്ലൻ എന്നിട്ട് നേരെ നായികയുടെ വീട്ടിൽ പെണ്ണ് ആലോചിച്ച് ചെല്ലും. എന്നാൽ 70 വയസ്സുള്ള പടുക്കളവനെ കെട്ടിച്ചു കൊടുക്കൂല എന്നും പറഞ്ഞ് നായികയുടെ ഡാഡി കലിപ്പുണ്ടാക്കും. കോപം കൊണ്ട് ജലിച്ച വില്ലൻ നായികയെ തട്ടിക്കൊണ്ടു പോകും. എന്നാൽ ഇത് 6th സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കിയ നായകൻ വൈക്കോലിന്റെ അകത്ത് ഒളിച്ചിരിക്കും. എന്നിട്ട് വില്ലന്മാരുടെ കാറ് വരുമ്പോൾ അവിടുന്ന് പറന്നു വന്ന് ഇടിച്ചു തെറിപ്പിക്കും. ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? എടാ ഊമയാണെങ്കിൽ വാതറന്ന് പറയടാ. എടാ കാര്യമായിട്ടാണ് ചോദിക്കുന്നത്, ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോന്ന് പറയാ. എടാ കോപ്പന്മാരെ, നിന്നോടൊക്കെ എത്ര വട്ടം ഞാൻ ചോദിച്ചടാ ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന്. എടാ ഇതിന്റെ ബ്രേക്ക് എവിടെയെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. കാലന്മാരെ.
എന്നിട്ട് വില്ലന്മാരെയൊക്കെ അടിച്ച് തെറിപ്പിച്ചിട്ട് ഗാരു നായികയും അവിടെ നിന്ന് പോകും. അങ്ങനെ ആ ദിവസം എത്തി, ഇവരുടെ കല്യാണ ദിവസം. എല്ലാരും വളരെ സന്തോഷത്തിലാണ്. ഫുൾ പൂക്കളും കായ്ക്കളും കളർഫുൾ സാരിയും പട്ടുപാവടയൊക്കെ ഇട്ട് എല്ലാരും ഭയങ്കര സെലിബ്രേഷൻ മോഡിലാണ്. അപ്പോഴേ ഉറപ്പിക്കാം വില്ലന്മാർ റിവഞ്ച് എടുക്കാൻ ദാ ഇപ്പൊ എത്തുമെന്ന്. ഡേ എത്തി. വില്ലന്മാർ ഗാരുവിനെ മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരെയും കൊന്നുകളയും. ഗാരുവിനെ കൊന്നാൽ വില്ലന്മാരെ കൊല്ലാൻ പിന്നെ ആര് വരും? അതുകൊണ്ട് അവർ ഗാരുവിനെ മാത്രം ബാക്കി വെക്കും. ഈ കഥ കേട്ട നായിക വൺ ഇമോഷണൽ ആവും. എന്നിട്ട് ഗാരു സ്വന്തം അച്ഛനെ കൊന്നതിൽ അഭിമാനിക്കും. അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവനെ പുണ്യം ചെയ്യണം. അങ്ങനെ അവസാനം ക്രിമികടിയുള്ള വില്ലനെ വശീകരിച്ച് ഇവർ ഒരു കോളേജ് പരിപാടിക്ക് കൊണ്ട് കയറ്റും. കോളേജ് പരിപാടിക്ക് ഡാൻസ് കളിക്കുന്നത് ആരാ? നമ്മുടെ ഗാരു. ഡാൻസ് പരിപാടി കഴിയുമ്പോഴേക്കും അവിടെ ഉള്ള എല്ലാരും മാഞ്ഞു പോകും. അപ്പോഴേക്കും ക്രിമികടിയുള്ള വില്ലന് ഒരു കോള് വരും. ഗാരു ദേണ്ട വില്ലന്റെ തന്തപ്പടിയെ തട്ടിക്കൊണ്ടു പോകുന്നു. ഇവിടെ ഡാൻസ് കളിക്കുന്നു, അവിടെ തട്ടിക്കൊണ്ടു പോകുന്നു. ഇവിടെ ഡാൻസ് കളിക്കുന്നു, അവിടെ തട്ടിക്കൊണ്ടു പോകുന്നു. പാലുകാച്ചൽ കല്യാണം, കല്യാണം പാലുകാച്ചൽ, കല്യാണം പാലുകാച്ചൽ. അങ്ങനെ വശീകരിച്ച് വില്ലൻ ആദ്യത്തെ പേർത്ത് വന്ന് ഗാരുവിന്റെ തല്ല് വാങ്ങിച്ച് ചാവുന്നതോടുകൂടി പടം അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കൂ ബൈ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ വലിച്ചു കയറണമെന്ന് തോന്നിയിട്ടുള്ള പടങ്ങൾ കമന്റിൽ അറിയിച്ചാൽ വരുന്ന ദിവസങ്ങളിൽ അത് വീഡിയോസ് ആക്കി നമ്മൾ അപ്ലോഡ് ആക്കുന്നതായിരിക്കും.